തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ രേഖപ്പെടുത്തിയത് ഭേദപ്പെട്ട പോളിംഗ്. കണ്ണൂർ കോർപ്പറേഷനിൽ താരതമ്യേന കുറഞ്ഞ പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കനത്ത സുരക്ഷയ്ക്കിടെയും അങ്ങിങ്ങായി CPMന്റെ കയ്യേറ്റവും സംഘർഷവും റിപ്പോർട്ട് ചെയ്തു. തുടക്കത്തിൽ ആവേശം, ഇടയ്ക്കൽപ്പം മന്ദത. ഇതായിരുന്നു കണ്ണൂരിലെ പോളിംഗിന്റെ രീതി. ജില്ലയിലെ പ്രമുഖരൊക്കെ രാവിലെ പോളിംഗ് ബൂത്തിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. കനത്ത സുരക്ഷയ്ക്കിടയിലും ജില്ലയിൽ വിവിധയിടങ്ങളിൽ CPMന്റെ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തലശ്ശേരി നഗരസഭയിലെ 20-ാം വാർഡിൽ ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവരെയും CPMുകാർ ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കുന്നതായി പരാതി ഉയർന്നു. വയലളം വെസ്റ്റ് LP സ്കൂളിലെ ബൂത്തിലാണ് ആരോഗ്യ പ്രശ്നമില്ലാത്തവരെയും CPMുകാർ ഓപ്പൺ വോട്ട് ചെയ്യിപ്പിച്ചത്. ഇത് തർക്കത്തിന് വഴിവെച്ചു. ആറളം പഞ്ചായത്തിലെ മാഞ്ചോട് വാർഡിൽ വനവാസികളുടെ വോട്ടർ ID കാർഡ് പഞ്ചായത്ത് പ്രസിഡന്റ് വാങ്ങിക്കൊണ്ടുപോയി എന്ന പരാതിയും ഉയർന്നു. വനവാസികളെ ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കാനായിരുന്നു നീക്കം. ഇതോടെ മറ്റ് തിരിച്ചറിയൽ രേഖകൾ വെച്ച് വനവാസികൾ വോട്ട് ചെയ്തു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ കാനായി നോർത്തിൽ CPM ബൂത്ത് കയ്യേറി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനാൽ റീപോളിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് BJP പരാതി നൽകി. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിൽ CPM നടത്തിയ കള്ളവോട്ടിനെതിരെയും BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. കതിരൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നേരെ അതിക്രമമെന്ന പരാതി ഉയർന്നു. പാനൂർ ബ്ലോക്ക് UDF പുല്ലോട് ഡിവിഷൻ സ്ഥാനാർത്ഥി K ലതികയാണ് അതിക്രമത്തിന് ഇരയായത്. അതിനിടെ കണ്ണൂർ മൊറാഴയിൽ വോട്ട് ചെയ്യാനെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. മൊറാഴ സ്വദേശി KP സുധീഷാണ് മരിച്ചത്. ജനം, കണ്ണൂർ.